നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികളെ കരയിച്ച് വീണ്ടും ഉള്ളിവില. ഗൾഫ് മേഖലയിൽ ഉള്ളി പ്രതിസന്ധി അവസാനിക്കുന്നില്ല. നാട്ടിൽ ഉള്ളിവില കുറഞ്ഞെങ്കിലും ഗൾഫിൽ സവാള പ്രവാസികളെ കരയിക്കുകയാണ്. ഇന്ത്യയിൽ സവാള കിലോയ്ക്ക് 50 രൂപയായി കുറഞ്ഞപ്പോൾ UAE-യിൽ 4 ദിർഹം 45 ഫിൽസ് ആണ്. അതായത് ഏകദേശം 86.77 രൂപയാണ് ഇന്നത്തെ വില. ഇന്ത്യയിൽ മൊത്ത കച്ചവടക്കാർ 40 രൂപയ്ക്കാണ് സവാള വിൽക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി നിയന്ത്രണം പിൻവലിക്കാത്തതാണ് ഗൾഫിൽ വില കുറയാതിരിക്കാൻ കാരണം എന്നാണ് കച്ചവടക്കാർ പറയുന്നത്. തുർക്കി, ഇറാൻ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള സവാളയാണ് ഗൾഫ് വിപണിയിൽ ഇന്ത്യൻ സവാളയ്ക്ക് പകരക്കാരായി എത്തുന്നത്. എന്നാൽ വൻതുക നൽകിയാലും ഗുണമേന്മയിൽ ഇന്ത്യൻ സവാളയ്ക്കൊപ്പം വരില്ല എന്നാണ് ഉപഭോക്താക്കളുടെ ഭാഷ്യം. മറ്റു നിർവാഹമില്ലാത്തതിനാൽ കൂടിയ വില നൽകി വിദേശ സവാള വാങ്ങാൻ നിർബന്ധിതമായിരിക്കുകയാണ് ഇന്ത്യക്കാർ. ചെറിയ ഉള്ളിക്ക് അല്പം വില കുറഞ്ഞിട്ടുണ്ടെങ്കിലും പൊള്ളുന്ന വില തന്നെയാണ് തുടരുന്നത്. 26 ദിർഹം അതായത് 507 രൂപ മുതൽ ഉയർന്ന ചെറിയ ഉള്ളിയുടെ വില 26 ദിർഹം അതായത് 507 രൂപ വരെ ഉയർന്ന ചെറിയ ഉള്ളിയുടെ ഇന്നത്തെ വില 19.95 ദിർഹമാണ്. അതായത് 389 രൂപ. തക്കാളിയുടെ വിലയും ഉയർന്നു നിൽക്കുകയാണ്. 5.50 ദിർഹം അതായത് 107.25 രൂപയാണ് ഇന്നത്തെ വില. നിത്യോപയോഗ സാധനങ്ങളുടെ വില ഉയർന്നതോടെ കുടുംബ ബജറ്റിന് കൂടുതൽ വകയിരുത്തേണ്ട അവസ്ഥയിലായിരിക്കുകയാണ് പ്രവാസി കുടുംബങ്ങൾ. നാട്ടിൽ നിന്ന് ഉള്ളിയും ചെറിയ ഉള്ളിയും കൊണ്ടുവന്ന വിലക്കയറ്റത്തെ മറികടക്കാനുള്ള ശ്രമങ്ങളും തുടരുന്നുണ്ട്. ഗൾഫിലേക്ക് വരുന്നവരുടെ പക്കൽ കൊടുത്തയക്കാൻ പലരും ആവശ്യപ്പെടുന്നതും ഉള്ളി തന്നെയാണ്. നാട്ടിൽ സവാള ലഭ്യത കൂടുകയും വില കുറയുകയും ചെയ്തതോടെ ഗൾഫിലേക്കുള്ള കയറ്റുമതി നിയന്ത്രണം എടുത്തു കളയണമെന്നാണ് പ്രവാസികളുടെ ആവശ്യം. അതേസമയം ഇന്ത്യയിൽ ജനുവരി പകുതിയോടെ കുതിച്ചുയർന്ന ഉള്ളിയുടെ വില കുറയുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. മൊത്ത വിപണിയിൽ ഉള്ളിയുടെ വില കിലോഗ്രാമിന് 20 മുതൽ 25 രൂപ നിലവാരത്തിൽ എത്തപ്പെടുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിലവിലെ വിലയേക്കാൾ 80% കുറവായിരിക്കും ഇത്. പുതുതായി ഉള്ളി വിളവെടുപ്പ് ആരംഭിക്കുന്നതോടെ വിലയിലെ പ്രതിസന്ധി മാറുമെന്ന് കാർഷികോൽപാദന വിപണന സമിതി അധ്യക്ഷൻ അറിയിക്കുകയുണ്ടായി. സാധാരണയായി ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ഉള്ളി രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എന്നാൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ കൃഷിയിടങ്ങൾ നശിക്കുകയും ഉള്ളിക്ഷാമം രൂക്ഷമാവുകയും ചെയ്തിരുന്നു. ഉള്ളിയുടെ കയറ്റുമതി നിയന്ത്രിച്ചും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്തും വില നിയന്ത്രിക്കാനുള്ള ശ്രമം പൂർണ്ണമായും വിജയിച്ചില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളമടക്കമുള്ള തെക്കൻ സംസ്ഥാനങ്ങളിൽ ഉള്ളിവില 200 രൂപ നിലവാരത്തിലെത്തിയിരുന്നു. പിന്നീടത് 120 മുതൽ 150 വരെയായി കുറഞ്ഞിരുന്നു. ശരാശരി 80 രൂപ നിലവാരത്തിലാണ് ഇപ്പോൾ മൊത്ത വിൽപ്പന നടത്തുന്നത്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.